Hi dear friends, Assalamu alaikum. This is Mysore Pak Recipe. It is very easy to do. It is perfect. It is easy to do. Full light. This is tips. Mysore Pak correct. First time try it. Perfect. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഇത് മറ്റുള്ളവരിലേക്കും ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നിട്ട് ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയതായിട്ട് വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. മൈസൂർ പാക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗീ വെച്ചിട്ട് ചെയ്യുന്ന മൈസൂർ പാക്കല്ല, ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള ഒരു മൈസൂർ പാക്കാണ്, ഉള്ളിലൊക്കെ നിറയെ ഹോൾസ് ഉള്ളത്. അപ്പോൾ ഇതിനായിട്ട് ആദ്യം കടലമാവ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml അളവ് കപ്പിലാണ് അളന്നിട്ടുള്ളത്. 100 ഗ്രാം കടലമാവ് ഉണ്ടാവും. ഇതിലേക്ക് പഞ്ചസാര 1 കപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാര ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പിലും കുറവ് വെള്ളം എടുത്തിട്ടുണ്ട്. ആ പഞ്ചസാര ഒന്ന് മുങ്ങാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നെയ്യും വേണം, ഓയിലും വേണം. നെയ്യ് ഞാനിവിടെ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്, ഓയിൽ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1 കപ്പ് നെയ്യും 1/4 കപ്പ് ഓയിലാക്കിയിട്ടും വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് അസീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെജിറ്റബിൾ ഗീ ആണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ പശുവിൻ നെയ്യ് ആയാലും കുഴപ്പമില്ല, നന്നായിട്ട് തന്നെ വരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നെയ്യ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതിലേക്കുള്ള അളവുകളൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. നെയ്യും ഓയിലും ഒക്കെ നന്നായിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വരും. അപ്പോൾ ആദ്യം ഈ കടലമാവ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കളറൊന്നും മാറാൻ പാടില്ല. വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇളക്കി കൊടുത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഒരു ചെറിയൊരു നല്ലൊരു മണം വരുമ്പോൾ ഇത് ഓഫ് ചെയ്യാം. ഇത് വറുക്കാതെ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ കടലമാവിൻ്റെ ഒരു ടേസ്റ്റ് ഒരു കുത്ത് ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് 5 മിനിറ്റ് ഞാൻ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം. അരിച്ചെടുത്തില്ലെങ്കിൽ ഇതിൽ കട്ടകൾ ഉണ്ടാവും, അപ്പോൾ നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് കട്ട കെട്ടാതിരിക്കാൻ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര, ഒരു 2 ടീസ്പൂണൊന്നും വേണ്ട, കുറച്ച് മാത്രം, ഒരു 3-4 നുള്ളു പഞ്ചസാര ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ പഞ്ചസാരയുടെ തരി കൊണ്ട് ഇത് കട്ട കെട്ടാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത്ര മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ, വളരെ കുറവ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വെക്കാം. ഇനി ഇതിലേക്കുള്ള നെയ്യും ഓയിലും കൂടെ ഒന്ന് ചൂടാക്കിയിട്ട് വെക്കണം. ഒരുപാട് ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് നെയ്യൊക്കെ കരിഞ്ഞ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് കുറഞ്ഞ തീയിലിട്ടിട്ട് ഇത് മെൽറ്റ് ആക്കിയിട്ട് ചെറിയ തീയിൽ തന്നെ വെച്ചേക്കണം. എന്നിട്ട് ഷുഗർ സിറപ്പൊക്കെ ആയിട്ട് കടലമാവ് മിക്സ് ചെയ്തിട്ട് ഈ നെയ്യ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതും ഫ്ലെയിം കുറച്ചിട്ടിട്ട് തന്നെ വെക്കണം. മെൽറ്റ് ആയതിനു ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് വെക്കാം. ഏറ്റവും കുറഞ്ഞ തീയിലാണ് ഞാനിത് വെച്ചിട്ടുള്ളത്. ഇതൊക്കെ നേരത്തെ തന്നെ ചെയ്ത് വെക്കണം. അതുപോലെ നമ്മളിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള പാത്രവും നേരത്തെ തന്നെ ഒന്ന് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ഓയിലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്തിട്ട് മാറ്റി വെക്കണം. കുറച്ച് പൊക്കമുള്ള പാത്രം എടുക്കണം. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഉള്ളൊക്കെ നല്ല ഒരു 2 കളറിൽ, യെല്ലോ കളറും ഒരു ബ്രൗൺ കളറും കൂടെ ആയിട്ട് കിട്ടും. ഇതേപോലുള്ള ഉള്ളുള്ള പാത്രം എടുക്കണം. പരന്ന പാത്രമായാലും കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ബ്രൗൺ കളറ് കുറവായിരിക്കുമെന്ന് മാത്രം. അപ്പോൾ നെയ്യൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ടിട്ട് ഇനി ഫ്ലെയിം ഏറ്റവും കുറച്ച് വെച്ചിട്ട് ഇത് അതേപോലെ തന്നെ ചൂടാകാൻ വയ്ക്കാം. ഇനി ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കണം. അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. ആ പഞ്ചസാര ഒന്ന് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിന് വെള്ളവും 1 നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്, ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവാനായിട്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് ഒരു നൂൽപ്പരുവമാണ്, അതുവരെയാണ് ഇത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കണം. നൂൽപ്പരുവം ആയി ഉടനെ തന്നെ ഇതിലേക്ക് കടലമാവ് ഇട്ട് കൊടുക്കണം. ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം.
അതിൻ്റെ കൺസിസ്റ്റൻസി കൂടുതലായിപ്പോൾ കഴിഞ്ഞാൽ നൂൽപ്പരുവം കഴിഞ്ഞിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ ഹാർഡായി പോകാനുള്ള ചാൻസ് ഉണ്ട്, നന്നായിട്ട് കിട്ടില്ല. ഇപ്പം ഇത് നൂൽപ്പരുവായിട്ടുണ്ട്, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഉടനെ തന്നെ ഇതിലേക്ക് കടലമാവ് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരുപാടങ്ങ് ഷുഗർ അങ്ങ് കട്ടിയായിട്ട് തിക്കായിട്ടുള്ളൊരു സിറപ്പാവും. അപ്പോൾ ഉടനെ തന്നെ ഇതിലേക്ക് കടലമാവ് ഇട്ട് കൊടുക്കണം. ഒരു 2-3 വട്ടമായിട്ട് ഇട്ട് കൊടുത്തിട്ട് കട്ടയില്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ നമ്മൾ പഞ്ചസാര ഒരു 2-3 നുള്ളു മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് ഒരുപാട് കട്ടയൊന്നും കിട്ടില്ല, പെട്ടെന്ന് തന്നെ മിക്സ് ആവും. പിന്നെ ഇതേപോലുള്ള ഒരു വിസ്കോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ആദ്യം ഇട്ടിട്ടുള്ള ആ കടലമാവ് നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ആയതിനു ശേഷം മാത്രം അടുത്ത കടലമാവ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിത് 2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1-1.5 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട്. അതുപോലെ ഇതിലേക്ക് തീ ഒരുപാട് കൂട്ടി വെക്കരുത്, എന്നാൽ ഒത്തിരി കുറഞ്ഞും പോകാൻ പാടില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി. ഈ പഞ്ചസാര പാനി ആകാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇതേപോലെ ഒരു 2-3 ടേബിൾ സ്പൂൺ വീതം നെയ്യ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ നെയ്യ് ഈ കടലമാവിലേക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ആയതിനു ശേഷം മാത്രം അടുത്ത ബാച്ച് ഒഴിച്ചു കൊടുക്കാവൂ. ഒട്ടും നെയ്യ് നമുക്കിത് സൈഡിലൊന്നും കാണരുത്. അത് കഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് അടുത്ത നെയ്യ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഒഴിച്ച നെയ്യെല്ലാം ഇതിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അടുത്ത ബാച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഉടനെ തന്നെ ഇളക്കി കൊടുക്കണം. ഈ നെയ്യുടെ അളവൊക്കെ കുറഞ്ഞാലും മൈസൂർ പാക്ക് ശരിയായിട്ട് തന്നെ കിട്ടില്ല. അതുകൊണ്ട് നെയ്യ് പിന്നെ നിങ്ങൾക്ക് ഓയിലിൻ്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാം, നെയ്യുടെ അളവും അങ്ങനെ. ഇപ്പം 1/4 കപ്പ് 1/2 കപ്പ് എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് വേണമെങ്കിലും എടുക്കാം, പകുതി വീതം വേണമെങ്കിലും എടുക്കാം. ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് മൊത്തത്തിൽ ഒരു 6 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ മൈസൂർ പാക്കിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ആയി കിട്ടും. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഈ നെയ്യ് നല്ല ചൂടോടെ ഇരിക്കുന്നതുകൊണ്ട് ഒഴിച്ച പാടെ തന്നെ ഇളക്കി കൊടുക്കണം. ഇപ്പം ഇത് കുറച്ചൊക്കെ ഒന്ന് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതിൽ നിന്നും നമ്മളിപ്പോൾ ഒഴിക്കുന്ന നെയ്യൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് സൈഡിലൊക്കെ വരുന്ന ആ ഒരു പാകമാകുമ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ട്രേയിലേക്ക് ഉടനെ തന്നെ മാറ്റണം. പിന്നെ നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും നെയ്യൊന്നും വേണ്ടി വരില്ല. ഇതിൽ കുറച്ചൊക്കെ കുറവ്, ഒരു കപ്പ് ഓയിലും നെയ്യും കൂടെ 1 കപ്പൊക്കെ മതിയാവും. ഇപ്പം ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇത് കുറച്ചൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, കുറച്ചൊക്കെ ഒരു പതയൊക്കെ ആയി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി ഒന്നുകൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു മൈസൂർ പാക്ക ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഇത്രയും നേരം ഇത് നന്നായിട്ട് തിക്കാക്കി എടുക്കുന്നത്. സോഫ്റ്റ് ആയിട്ടുള്ളതാണ് വേണ്ടതെങ്കിൽ ഇത്രയും നല്ല ഒരു തിക്നെസ്സിൽ വേണ്ട, കുറച്ചും കൂടെ മുൻപേ തന്നെ നിങ്ങൾക്ക് ഓഫ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ നെയ്യൊക്കെ ഒന്ന് വെളിയിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഉടനെ തന്നെ ഇത് ട്രേയിലേക്ക് മാറ്റണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നന്നായിട്ട് പത പോലെയൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ടെക്സ്ചറൊക്കെ കുറച്ച് മാറിയിട്ടുണ്ട്. ഇതിനി ട്രേയിലേക്ക് മാറ്റാം. ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതേപോലുള്ള കുറച്ച് പൊക്കമുള്ള ഒരു ഏതെങ്കിലും പാത്രം എടുക്കണം. ഞാനിപ്പോൾ ഈ ഗ്ലാസിൻ്റെ ബൗളിൽ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്, നിറയെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചെറുതായിട്ടൊന്ന് നിരത്തി കൊടുക്കണം. ഒരുപാടങ്ങ് നിരത്തി കൊടുക്കേണ്ട ആവശ്യമില്ല, പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ കുറച്ച് ഹോൾസൊക്കെ ഉണ്ടാവണം, എങ്കിൽ മാത്രമേ കറക്റ്റ് ആ ഒരു ഇതിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മൈസൂർ പാക്കിൻ്റെ അതേപോലെ കാണാനുണ്ടാവും.
അതുകൊണ്ട് ഒരുപാട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പതിയെ ഒന്ന് പ്രസ് ആക്കിയിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കും. അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി വന്നിട്ടുള്ളത് കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മൊത്തത്തിൽ ഞാൻ എടുത്തിട്ടുള്ള ആ നെയ്യിൽ നിന്നും ഇത്രയാണ്, ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ ബാക്കി വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇതേപോലെ വെച്ചിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മളിത് സെറ്റായി കഴിയുമ്പോൾ അതിൽ നിന്ന് പൊട്ടിച്ചെടുക്കാൻ കറക്റ്റ് ഒരു ഷേപ്പിൽ കിട്ടില്ല. അതുകൊണ്ട് ഒരു 5 മിനിറ്റൊക്കെ മാറ്റി വെച്ചിട്ട്, ചൂടോടെ തന്നെയാണ്, 5 മിനിറ്റ് മാത്രം മാറ്റി വെച്ചാൽ മതി. എന്നിട്ട് ഇതേപോലെ ഒരു കത്തി വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് ഒരു 2-3 മണിക്കൂർ വെച്ചിട്ട് സെറ്റാക്കിയിട്ട് വേണം ഇത് മൊത്തത്തിൽ ഡിമോൾഡ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇപ്പോൾ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് തന്നെ സെറ്റായിട്ടുണ്ട്. നമ്മളിത് പ്ലേറ്റിലേക്കൊന്ന് മറിച്ചിടാൻ തന്നെ എളുപ്പമായിട്ട് വരുന്നുണ്ട്. എന്നിട്ട് ഈ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിലൂടെ നമുക്കിങ്ങനെ ഒന്ന് കൈകൊണ്ട് തന്നെ അടർത്തിയെടുക്കാൻ പറ്റും. വളരെ ഈസിയാണ്. ഉള്ളൊക്കെ കറക്റ്റ് ആ ഒരു കളറിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്ന പാത്രം അനുസരിച്ചിട്ട് കുറച്ചൊക്കെ കളറിൻ്റെ വ്യത്യാസം ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ നല്ല ഉയരമുള്ള ഒരു ബൗളാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഒരു നല്ല കളറിൽ, ഉള്ളിലൊക്കെ നന്നായിട്ട് ചൂട് നിന്നിട്ട് ആ ഒരു കളർ കിട്ടിയിട്ടുള്ളതാണ്. സൈഡൊക്കെ നല്ല യെല്ലോ കളറിലാണുള്ളത്, ഉള്ളു മാത്രം ബ്രൗൺ കളറിലും. അപ്പോൾ വളരെ ഈസിയാണ്, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരുപാടങ്ങ് ഹാർഡായിട്ടുള്ള ഉള്ളത്, എന്നാൽ ഒത്തിരി സോഫ്റ്റും അല്ല, നല്ല കറക്റ്റ് ആ ഒരു പാകമാണുള്ളത്. ഈ അളവിൽ തന്നെ ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ വരും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ചെയ്തിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്